ഹായ് ഗൈസ്, ഞങ്ങൾക്ക് ഇന്ന് ഓണത്തിൻ്റെ ഷോപ്പിംഗ് ആണ്. പ്ലസ് കുറേ പണിയുണ്ട്. എന്നുവെച്ചാൽ കുറേ സ്ഥലത്ത് പോകാറുണ്ട്. സോ അമ്മണ്ട്, കുഞ്ഞാറുണ്ട്, ഇൻട്രോവേർട്ട് കുഞ്ഞാറ്. സോ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ വ്ളോഗ് ഇടാം. ആൻഡ് ഹാപ്പിലി എൻ്റെ യൂട്യൂബിൽ 1K സബ്സ്ക്രൈബേഴ്സ് ആയിട്ടോ. മൈക്ക് മേടിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന കേക്ക് ഉണ്ടോയെന്ന് അറിയില്ല, എന്നാലും കുഴപ്പമില്ല. ഗൈസ്, ഞങ്ങൾ വേങ്ങര. ഗൈസ്, ഇവിടെ ഓണപ്പരിപാടി ഉണ്ട്. എല്ലാവരും സെറ്റുകാരും ഓണപ്പരിപാടി ഗൈസ് ഇവിടെ. അമ്മയാണ് എൻ്റെ വ്ളോഗിൽ വേണ്ടി. ഗൈസ്, ഞങ്ങൾ പർപ്പിൾ കയറി അമ്മ കുറേ സാധനങ്ങളൊക്കെ വാങ്ങി. അമ്മ അല്ലാട്ടോ മേടിച്ചത്, എൻ്റെ അഞ്ചത്തിയാണ് മേടിച്ചത്. ഇനി ഞങ്ങൾക്ക് വാങ്ങിയാൽ ഇനി ഞങ്ങൾക്ക് നന്ദുവിന് ഷർട്ട് എടുക്കണം. പിന്നെ ഗൈസ്, ഞങ്ങൾ എന്തൊക്കെയോ മേടിച്ചു. ഇത് എല്ലാ സ്ഥലത്തും പോകുമ്പോൾ എടുക്കുന്നില്ല. നമ്മൾ കുറേ കട കയറി കാണിക്കാൻ നമ്മൾ കയറാൻ പോകുന്നത് പരാഗ്. ലാസ്റ്റ് ഇനി നമുക്ക് പരാഗ് പോകണം. ഇതൊക്കെ ഒരു പ്രശ്നമുണ്ട്. നമ്മൾ എന്ത് പരിപാടിക്കായാലും ഒരു ലോഡ് തുണിയാണ് വാങ്ങൂട്ടാ. എന്നിട്ട് എന്ത് ചെയ്യും, അത് അടിച്ചണ്ട് കൊളാക്കും. പിന്നെ അതും ഇല്ല. നല്ല ഫ്ലെയർ എന്നൊക്കെ പറഞ്ഞിട്ടാണ് സാധനം എടുക്കുന്നത്. പക്ഷെ അത് കൊളാക്കാനുള്ള സാധനമാണ്. സെയിം ക്ലോത്ത് ഷാളല്ലേ? അങ്ങനെ ഞങ്ങൾ പരാഗ്ന്ന് ഇറങ്ങാണ്. ഈ വ്ലോഗ് കംപ്ലീറ്റ് ആക്കാൻ പറ്റുമെന്ന് കേരള, കാരണം ഞാൻ ഇൻട്രോവേർട്ടാണ്. നല്ല തിരക്കാണ് ഗൈസ്. ഓണായതുകൊണ്ട് ഭയങ്കര തിരക്കാണ്. ഗൈസ്, നമ്മൾ വേറെ കടയിൽ വന്നിട്ടോ. നന്ദുവിന് ഷർട്ട് മേടിക്കാൻ വന്നതാണ്. ഗൈസ്, നന്ദുവിന് ഡ്രസ്സ് മേടിക്കാൻ വേണ്ടിയിട്ട് 2 കട കയറി. 2 ഒന്നും ഞങ്ങൾക്ക് ഇഷ്ടമായില്ല. സോ ഗൈസ്, ഞങ്ങൾ ക്ഷീണിച്ചു. കുറേ കട കയറി. ഞങ്ങൾക്ക് ഓർണമെൻറ്റ്സ് മേടിക്കണം, പ്ലക്ക് ചെയ്യണം, ഫുഡ് കഴിക്കണം, ഡോക്ടറെ കാണിക്കണം. അങ്ങനെ നമ്മൾ ഫാൻസി മേടിച്ചു. ഇനി കുഞ്ഞാവുക്ക് എനിക്കും ഇതിനും പ്ലക്ക് ചെയ്യണം. വിശക്കുണ്ട്, ഫുഡ് കഴിച്ചിട്ടില്ല. പിന്നെ ഞങ്ങൾക്ക് ഹോസ്പിറ്റലിൽ പോകാനുണ്ട്. അതിനാണ് ആദ്യം ഇറങ്ങിയത്. ലാസ്റ്റ് ആയിപ്പോയി. ഗൈസ്, നമ്മൾ തിരികെ പ്ലക്ക് ചെയ്തു. മനസ്സിലാവുന്നില്ല. ഗൈസ്, കുഞ്ഞാക്ക് കമ്മൽ മേടിച്ചു. അല്ല, കമ്മലല്ല, വള എന്തൊക്കെ മേടിച്ചു. നമ്മളമ്മക്ക് കമ്മല് വേണ്ട, പിന്നൊന്നും വേണ്ടല്ലോ അമ്മ. മതി മതി. ഞങ്ങൾ അമ്മക്ക് ഷോപ്പ് ചെയ്യാൻ വേണ്ടി സെപ്പറേറ്റ് വരും. മതി, ഒഴിവാക്കണം.
വേം സൂപ്പറാന്ന് പറയാ ഒഴിവാക്കവിടെ അത് മതി ഗൈസ്. ഡോക്ടറെ കണ്ടില്ല. എഗെയിൻ ഇവിടെ ഡോക്ടർ ഇല്ല. ഇന്ന് ഞങ്ങൾക്ക് എന്തോ പ്രശ്നമുണ്ട്. കാരണം ഞങ്ങൾ 1-2 സ്ഥലത്ത് പോയി ഡോക്ടറെ കാണിക്കാൻ വേണ്ടി. സോ സാഡ്. ഇനി ഞങ്ങൾ ഡ്രസ്സ് അടിക്കാൻ കൊടുത്തിട്ട് എന്ത് ചെയ്യണം, ബിരിയാണി മേടിച്ചിട്ട് വീട്ടിൽ പോകും. അതൊന്നും ചെയ്യണ്ട പറഞ്ഞേ. ഇവക്ക് ഇത് മൈലാഞ്ചിക്കുള്ള പൈസ ഞാനാ കൊടുത്തേട്ടാ. അവളെ ഒഴിവാക്കണം. അപ്പോൾ ഞങ്ങളിനി ഡ്രസ്സ് അടിക്കാൻ, ബ്ലൗസ് അടിക്കാൻ കൊടുത്തത് വല്ലതും എനിക്ക് മനസ്സിലാവുന്നതാണോ? കാരണം ഞാൻ അവിടെ ഇവിടെ എന്തൊക്കെയോ ആണ് എടുക്കുന്നത്. പിന്നെന്താ, സമയം 3 മണിയായി. വിശക്കുണ്ട് എനിക്ക്. ഗൈസ്, ഞങ്ങൾ ഫൈനലി കുറേ കറങ്ങി തിരിഞ്ഞ് ഞങ്ങൾ വീട്ടിലെത്തി. ഞങ്ങൾ ബിരിയാണി മേടിച്ചിട്ട്, ഇത് പറമ്പിൽപ്പടി പുതിയതായി തുറന്ന SR ബിരിയാണിയാണ്. ഭയങ്കര ടേസ്റ്റ് ബിരിയാണി. ഞാൻ കാണിച്ചു തരാം കേട്ടോ തുറന്നിട്ടൊക്കെ. ഗൈസ്, ക്ഷമ ഇല്ലാത്തതുകൊണ്ട് കവറ് കീറിയാണ്. ഞാൻ നമ്മുടെ SR ബിരിയാണി. ഗൈസ്, കഞ്ഞിവെള്ളം. ഇതാണ് കഞ്ഞിവെള്ളം. കാണുന്നുണ്ടോ? സോറി. കവറെടുക്കരുത്, ഫോൺ വെച്ചേക്കാണ്. ഇതാണ് നമ്മുടെ SR ബിരിയാണി കേട്ടോ. സാധാരണ ഇവിടുത്തെ കുട്ടൻ ബിരിയാണിയാണ് ഞങ്ങൾ പണ്ടെല്ലാം കഴിഞ്ഞ ആഴ്ചയാണ് വന്നപ്പോൾ തിന്നത്. പക്ഷെ സമയം വൈകിയത് കാരണം ഇപ്പം അവിടെ ലഗോണാണ് ഉള്ളത്. അമ്മേ, സോ ഞാൻ തൊള്ളയിലെല്ലാം ഓടിയ എടുക്കുക. ഈ ചിക്കൻ പീസ് എടുക്കുക. സൂപ്പറാണ് ഫാത്തിമ, സൂപ്പർ ബിരിയാണി. ഇനി അത് ഫുള്ള് നിൽക്കട്ടോ.